ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഏറ്റവും പുതിയ ആക്സസ് എന്ന വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ന്യൂ ഷേപ്പ്, അതായത് ഒരു ഫേസ് ലിഫ്റ്റ് വന്ന ഒരു മോഡലാണെന്ന്. ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് എല്ലാ പോർഷനും. ഇപ്പോൾ ഫ്രണ്ട് എടുത്താലും സൈഡ് എടുത്താലും എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാലും എല്ലായിടത്തും നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, മൈലേജും ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ നോർമലി നേരത്തെ ഏകദേശം എനിക്കൊരു 64 റേഞ്ചിന് മൈലേജ് ആയിരുന്നു കമ്പനി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്നും കുറച്ചുകൂടി മൈലേജ് ഈ ഒരു വാഹനത്തിന് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ മൈലേജിനകത്ത് മാറ്റം സംഭവിച്ചു. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പ്രൈസിനകത്ത് പക്ഷേ വലിയ മാറ്റം സംഭവിച്ചു. ചെറിയൊരു 1000-1500 രൂപ റേഞ്ചിൽ മാത്രമാണ് പ്രൈസ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഒരു വാഹനത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡൗൺ പേയ്മെൻറ്റ്, EMI, ഫീച്ചേഴ്സിൽ വന്ന മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടൂ വീലർ ആണെങ്കിലും ഏത് വാഹനമാണെങ്കിലും പ്രൈസ് തന്നെയാണ്. ഇതിന് നമുക്ക് 3 വേരിയൻസിൽ ഈ വാഹനം നമുക്ക് കിട്ടും. ഏറ്റവും ബേസ് മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1,07,000 ഓൺ റോഡ് വരുന്നത്. 1,07,000 കൊടുത്ത് നിങ്ങൾക്ക് സ്വന്തം പിന്നെ അക്സസറീസ് വേണമെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ്, ഇപ്പോൾ മാറ്റോ അല്ലെങ്കിൽ ഗാർഡ് തുടങ്ങിയ കാര്യങ്ങൾ വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കാം. ഇല്ല, അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു 1,07,000 രൂപയ്ക്ക് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം കിട്ടുന്നതായിരിക്കും. സെക്കൻഡ് വേരിയൻ്റ് ആണ് വേണ്ടെങ്കിൽ 1,14,000 ഓൺ റോഡ് വരുന്നത്. തേർഡ് വേരിയൻ്റ്, അത് ടോപ്പ് എൻഡിന് 1,20,000 നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു 1,07,000 എന്ന ഓൺ റോഡ് വരുന്ന ബേസ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 86,205 1,14 വരുന്ന സെക്കൻഡ് വേരിയൻറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 92,706 1,20 വരുന്ന ടോപ്പ് എൻഡിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 97,804 എക്സ്ഷോറൂം പ്രൈസ്. അപ്പോൾ ഓൺ റോഡ് പ്രൈസും എക്സ്ഷോറൂം പ്രൈസും നമ്മൾ സംസാരിച്ചു. ഇതിൻ്റെ ഒരു ഡൗൺ പേയ്മെൻറ്റ്, നമുക്കൊരു സ്കൂട്ടർ നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെൻറ്റ് വേണമെങ്കിലും ഇറക്കാം. മിനിമം ഒരു ഡൗൺ പേയ്മെൻറ്റ് പറയുന്നത് 3,000 രൂപ, 2,999 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഈ ഒരു സ്കൂട്ടർ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. EMIയിലേക്ക് വരുന്ന സമയത്ത് 3,500-നകത്തായിരിക്കും, അതൊരു 3,300, 3,400 റേഞ്ചിലായിരിക്കും ഈ വാഹനത്തിന് EMI 4 വർഷത്തേക്ക് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൗൺ പേയ്മെൻറ്റ് എന്നുള്ളത് സിബിൽ സ്കോറിന് എന്തെങ്കിലും നല്ല പ്രശ്നമുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 3,000 കിട്ടില്ല. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. മോശമല്ലാത്ത ഒരു ട്രാക്കുള്ള ഒരു കസ്റ്റമർ, സിബിൽ സ്കോറിന് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു കസ്റ്റമർ ആണെങ്കിൽ ഈ ഡൗൺ പേയ്മെൻറ്റിൽ 3,000 രൂപ നൽകി നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും, ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ട് എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മുടക്കം വല്ലതും ഉണ്ടോ നമുക്ക് ഓൾറെഡി നമുക്ക് തന്നെ എല്ലാവർക്കും പേഴ്സണലി അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ എന്താ പറയുക, ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ പ്രൈസൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചു, ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ സംസാരിച്ചു. ഇനി ഫീച്ചേഴ്സിലേക്ക് നമുക്ക് വരാം. നമുക്ക് ഈ ഒരു വാഹനം തന്നേക്കുന്നത് RJ സുസുക്കി, നമ്മൾ കൊല്ലം കടപ്പാക്കടയിലുള്ള ഷോറൂമിൽ നിന്നാണ് ഈ ഒരു വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വട്ടം നമുക്ക് അവരൊരു വീട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് സഹകരിക്കുന്ന ഒരു ഷോറൂമാണത്. അപ്പോൾ നമ്മളൊരു വാഹനം ചോദിച്ച സമയത്ത് തന്നെ അവർ തന്നു. ഞാനത് എടുത്തുകൊണ്ട് വന്ന് ഞാൻ കുറേ ഓട്ടിച്ചു, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അവരുടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണ്, അതുകൊണ്ടാണ് രജിസ്റ്റേർഡ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ. നമ്പർ ബോർഡ് ഉള്ളത് ഇത് ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണ്, അല്ലാതെ ഇത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് വന്ന വാഹനവും നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് വന്നതല്ല. നമ്മൾ ഡിലേ വന്നതും ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് വാഹനം രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സമയം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്ന്, നമ്പർ ആവുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഡിലേ വന്നു പോയത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് നോക്കാം. നിങ്ങളൊരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് നേരത്തെ ആണെങ്കിൽ ഇതൊരു ഫാമിലി സ്കൂട്ടർ എന്ന രീതിയിൽ നല്ല രീതിയിൽ എന്താ പറയുക പറയുന്ന ഒരു വാഹനമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഡിസൈനിലൊക്കെ വന്ന മാറ്റങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് യൂത്തന്മാർക്കും അവരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്ത് നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വലിപ്പമേറിയ ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു പോർഷൻ മൊത്തത്തിൽ ഫുള്ളി റീഡിസൈൻ ചെയ്തു, പുതിയൊരു സ്റ്റൈലിങ്ങിലാണ് നൽകിയത്. നല്ല ക്രോം എലമെൻറ്റ് അതിന് ചുറ്റും നൽകിയിട്ടുണ്ട്. ഇതിന് ഒരുപാട് കളർ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ DRLൊന്നും നേരത്തെ നമുക്ക് വരുന്നില്ലായിരുന്നു. ഈ ഒരു പോർഷനിലായിട്ട് ഒരു DRL കൂടി അവർ പ്ലേസ് ചെയ്തു. സുസുക്കിയുടെ ഒരു ലോഗോ ഇവിടെയായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ലൈറ്റ്സിൻ്റെ ഈ ഒരു പാനൽസും ഒക്കെ ഫുള്ളി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED അല്ല നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഹസാർഡ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ കത്തി കിടക്കുന്നതായിട്ട് കാണാം. ഹസാർഡ് പുതുതായിട്ട് കൊണ്ടുവന്നു. നമ്മൾ ഈ ഒരു പോർഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. പഴയ ഡിസൈനുമായിട്ട് നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മിറേഴ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ എന്താ പറയുക, നമ്മളിൽ കാറിലൊക്കെ പറയുന്ന ഒരു ക്രോം എലമെൻറ്റ് ആ ഒരു രീതിയിൽ തോന്നുന്ന ആ ഒരു സിൽവർ ഫിനിഷിലാണ് ആ ഒരു മിറർ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മിററാണ്. നമുക്ക് അത്യാവശ്യം വൈബ്രേഷനൊക്കെ ഉണ്ടെങ്കിലും നല്ല കട്ടർ കൂടെയുള്ള റോഡിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാലും നല്ല കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മിററിന് വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വിസിബിലിറ്റി, റിയർ സൈഡ് നല്ല രീതിയിൽ നമുക്ക് വിസിബിളായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ബ്രേക്കിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഹാൻഡ് ബ്രേക്കിന് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. അതൊരു പുതുമയുള്ള ഡിസൈനിലാണ് അത് നൽകിയിട്ടുള്ളത്. കൊള്ളാം. പിന്നെ ഈ ഒരു മൾഗാർഡ് നമുക്ക് നൽകിയിട്ടുള്ളത് മെറ്റൽ പീസ് തന്നെയാണ് വരുന്നത്. മെറ്റൽ പീസാണ്. ഇവിടെയൊക്കെ നമുക്ക് ഫൈബർ പീസുമാണ്. അത് ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലൊന്നും നമുക്ക് തട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ.
നല്ല ക്വാളിറ്റിയുള്ള ഫൈബറാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അലോയ് വീൽ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് നൽകിയിട്ടുണ്ട്. ടെലിസ്കോപ്പിക് ആണ് സസ്പെൻഷൻ ഫ്രണ്ട് പോർഷനിൽ അത് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളത്. ട്യൂബ്ലെസ് ഒക്കെ തന്നെയാണ് ടയർ നൽകിയിട്ടുള്ളത്. ടയർ സൈസ് ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 90/90 12 ആ ഒരു രീതിയിലാണ് ടയർ സൈസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് ടയർ സൈസ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ടൊന്നും തന്നെ വരുന്നില്ല. ഈ ഒരു സൈഡ് പോർഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു പോർഷനിലൊക്കെ നല്ലൊരു റീഡിസൈൻ ചെയ്തുകൊണ്ട് നല്ല ലെങ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വാഹനത്തിന് കുറച്ചുകൂടി ലെങ്ത് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു പോർഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ളി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കട്ടിങ്സും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ മാറ്റം വന്നു. ഈ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ടോ, നേരത്തെ നമുക്ക് ബ്ലാക്ക് ഫിനിഷിലായിരുന്നു ആ ഒരു ഫുഡ് റെസ്റ്റ് വരുന്നത്, നൽകിയത് റബ്ബർ കോട്ടിംഗ് ഒക്കെ വരുന്നത്. ഇപ്പം ഫുള്ളി അലൂമിനിയം ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഈ ഒരു പോർഷനിൽ വന്ന പുതിയൊരു വ്യത്യാസമായിട്ട് പറയാം. പിന്നെ ഈ ഒരു പോർഷൻസിലൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലോർ കണ്ടോ, ഈ ഒരു ഫ്ലോറിൽ നല്ല ഗ്രിപ്പ് നൽകിയിട്ടുണ്ട്. അതും പുതുതായിട്ടൊന്നൊരു മാറ്റമാണ്. നല്ല ഗ്രിപ്പ് ഈ ഒരു ഫ്ലോറിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ മാറ്റും കാര്യങ്ങളൊന്നും ഇടാതെ ആയിരിക്കും വാഹനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വിഷയമൊന്നുമില്ല, കാല് തന്നുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സ്പേസ് ഇവിടെ വർദ്ധിച്ചു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്, ഞാൻ ഹെൽമെറ്റ് വെച്ച് കാണിച്ചു തരാം. നമ്മളിത് ചില വാഹനങ്ങളിൽ നമ്മൾ ഹെൽമെറ്റ് ഈ ഒരു പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വന്ന സമയത്ത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. കണ്ടോ, സീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇരുന്ന് കഴിഞ്ഞാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. തട്ടി നിൽക്കുന്ന ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് വളരെ ഭംഗിയിൽ തന്നെ ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട്. അതും ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സീറ്റിന്. അടച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അത് ക്ലോസ് ആവുന്നതുകൊണ്ട് വേറെ എഫേർട്ടും കാര്യങ്ങളും നമ്മൾ ഇടേണ്ട ആവശ്യം വരുന്നില്ല. സൈഡിലായിട്ട് റിഫ്ലക്ടർ വരുന്നുണ്ട്. രണ്ട് സൈഡിൽ നമുക്ക് റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ എക്സ്ട്രാ വന്നതാണ്. നേരത്തെ നമുക്ക് ഈ 2 സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ അല്ല. കണ്ടോ, അപ്പം 2 സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നേരത്തെ സിംഗിൾ ഈ ഒരു പോർഷനിൽ മാത്രമേ സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിലവിൽ ഈ ഒരു പോർഷനും സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഈ ഒരു കീയുടെ ഈ ഒരു പാറ്റേണിലൊക്കെ നല്ല രീതിയിൽ റീഡിസൈൻ ചെയ്ത് നേരത്തെ ഈ ഒരു രീതിയിലല്ല ഡിസൈനിങ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഒറ്റ ഇതിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്യാം. അതായത് ഫ്യൂൽ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും, സീറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും, ലോക്കിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഒരു പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു രീതിയിൽ ഇത് ക്ലോസ് ചെയ്യാനും പറ്റും. നേരത്തെ താക്കോലൊക്കെ ഇട്ട് ക്ലോസ് ആക്കേണ്ട രീതിയിലായിരുന്നു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ. പക്ഷേ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ കീ ഇട്ട് തന്നെ വേണം നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ മാറ്റം വന്നു. പിന്നെ ഈ ഒരു പോർഷൻസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്ററൊക്കെ നമുക്ക് ആ ഒരു പഴയ ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് കണക്റ്റഡ് ഫീച്ചറൊക്കെ വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഇൻഫർമേഷൻസ് ഈ ഒരു ക്ലസ്റ്ററിനുള്ളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. സുസുക്കിയുടെ ലോഗോ ഒരു പോർഷനിലായിട്ട് പ്ലേസ് ചെയ്ത് സുസുക്കിയുടെ ലെറ്ററിങ് വരുന്നുണ്ട്. ആവറേജ് മൈലേജ് ഈ ഒരു പോർഷനിൽ അറിയാൻ പറ്റുന്നുണ്ട്. ടെമ്പറേച്ചർ അറിയാൻ പറ്റുന്നുണ്ട്. ഫ്യൂൽ ഗേജ് ആണ് ഈ ഒരു പോർഷനിലായിട്ടാണ് ഫ്യൂൽ ഗേജ് നൽകിയിട്ടുള്ളത്. ടൈം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ്, ആവറേജ് മൈലേജ്, ഒരുവിധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കണ്ട അത്യാവശ്യം ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എക്കോ മോഡ് വരുന്നുണ്ട്. നമ്മളിപ്പം ചെറിയ രീതിയിൽ കൈ കൊടുത്താണ് ഓട്ടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ എക്കോ മോഡ് ഒരു ഗ്രീൻ ലൈറ്റ് കത്തി കിടക്കുന്നതായിരിക്കും. കുറച്ച് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ ബാർ, അപ്പോൾ നമുക്ക് ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി വേണമെന്നുണ്ടെങ്കിൽ നോക്കി നമുക്ക് ഓട്ടിക്കാൻ കഴിയുന്നതാണ്. സ്വിച്ചസിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. ഈ ഒരു ഡിമും ബ്രൈറ്റും പാസ് ഈ ഒരു പോർഷനിൽ തന്നെ നൽകി. ടേൺ ഇൻഡിക്കേറ്റർ, ഹോണ്, അതെ വളരെ സൈലൻ്റ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ എക്സ്ട്രാ വന്നതാണ് ഈ ഒരു ഹസാർഡിൻ്റെ സ്വിച്ച്. ഇവിടെയായിട്ടാണ് ഹസാർഡിൻ്റെ സ്വിച്ച് നൽകിയിട്ടുള്ളത്. മിററിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഒരു ബ്ലാക്ക് ഒരു എന്താ പറയുക റബ്ബറിങ് പോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ ആ ഒരു മിററിന് ചുറ്റും നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീറ്റിലേക്ക് വരുന്ന സമയത്ത് സീറ്റിൻ്റെ ഒരു ലെങ്ത് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാം. അപ്പം ഞാൻ ഈ ഒരു പോർഷനിൽ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചോ. ഇതാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ. എന്നിരുന്നാൽ പോലും ബാക്കിലുള്ള സ്പേസ് കണ്ടോ, അതായത് അത്യാവശ്യം ശരീരമുള്ള 2 ആൾക്കാരാണ് ഈ ഒരു വാഹനം വാങ്ങുന്നത്, ഫാമിലി പർപ്പസിനായിട്ട് എടുക്കുന്നതെങ്കിൽ വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പോകാം. കുറച്ചുകൂടി ഞാൻ പുറകിലേക്ക് ഇരുന്നാൽ പോലും വീണ്ടും അവിടെ സ്പേസ് അവൈലബിൾ ആണ്. കുറച്ച് നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു രീതിയിലാണ് എൻ്റെ പൊസിഷൻ. ഈ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുട്ടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും പുറകിലും ഒരാൾക്കൂടെ വളരെ കംഫർട്ടായിട്ടിരിക്കും. ഫാമിലി പർപ്പസിന് ഏറ്റവും മികച്ച ഒരു വാഹനം തന്നെയാണിത്. നേരത്തെയും അത് തന്നെ ഇപ്പോൾ കുറച്ചുകൂടി സീറ്റിൻ്റെ ആ ഒരു ലെങ്തും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു. നല്ല കംഫർട്ടും ഉണ്ട്. ആ ഒരു സീറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അവിടെ തന്നെ റിയർ പോർഷനിലേക്ക് വരാം. നമ്മൾ ഈ റിയർ പോർഷനിലേക്ക് വരുന്ന സമയത്തും നല്ല രീതിയിൽ ചേഞ്ചസ് ഒക്കെ സംഭവിച്ചുകൊണ്ട് ഈ ഒരു പോർഷനിലൊക്കെ ഫുള്ളി വാഹനം റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രീമിയം മോഡൽ സുസുക്കിയുടെ തന്നെ ഒരു പ്രീമിയം വെർഷനായ ഹയാബുസയിലൊക്കെ കാണുന്നത് പോലെ ഒരു ഡിസൈൻ പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. LED ആണ് ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നത്. ടേൺ ഇൻഡിക്കേറ്റർ രണ്ടും ഹാലജൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ ഫ്യൂൽ അടിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഫ്യൂവൽ അടിക്കേണ്ട ഓപ്ഷൻ. നേരത്തെ ഈ ഒരു രീതിയിലല്ല, നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സിൽവർ ഫിനിഷിൽ ഒരു അടപ്പൊക്കെ തോന്നുന്ന രീതിയിലാണ്. ഇപ്പോൾ ഫുള്ളി അകത്തേക്കാക്കി നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്.
5.3 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. നേരത്തെ 5 ലിറ്റർ അടുപ്പിച്ചായിരുന്നു. ചെറിയൊരു വേരിയേഷൻ അവിടെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ആ ഒരു പോർഷനിൽ പറയുന്നില്ല. ഈ ഒരു സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ബാക്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. കിക്കർ സ്റ്റാർട്ട് കൂടി നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് സെൽഫ് അടിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ കിക്കർ കൂടി വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ്, സെൻറ്റർ സ്റ്റാൻഡും ഒക്കെ അക്സസറീസ് ആയിട്ട് എക്സ്ട്രാ വെക്കേണ്ട കാര്യമില്ല. ഇൻബിൽറ്റ് ആയിട്ട് വാഹനത്തിൽ തന്നെ വരുന്നുണ്ട്. ചില വാഹനങ്ങളിൽ എന്താ പറയുക, സെൻറ്റർ സ്റ്റാൻഡൊക്കെ അക്സസറീസ് ആയിട്ട് മേടിച്ച് വെക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റാൻഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നുണ്ട്. അതൊക്കെ ഒരുവിധം വരുന്ന വാഹനങ്ങളിലൊക്കെ ഇപ്പം വരുന്ന ഫീച്ചർ തന്നെയാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഒരു എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 8.6 bhp ആണ് കരുത്ത് വരുന്നത്. അതേപോലെ തന്നെ 10.2 Nm ടോർക്ക് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ടോർക്ക് എനിക്ക് നേരത്തെ 10 Nm ആയിരുന്നു. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം ടോർക്കിൽ വന്നിട്ടുണ്ട്. ഒരു ചെറിയ പോയിൻ്റ് വ്യത്യാസം ടോർക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എഞ്ചിനിലും കാര്യമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അവർ വരുത്തുന്നുണ്ട്. പിന്നെ വളരെ സൈലൻറ്റുമാണ് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. വളരെ ക്വിക്കായിട്ട് തന്നെ വാഹനം സ്റ്റാർട്ടാകുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് പിടിച്ച് വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ വാഹനം സ്റ്റാർട്ടാവുന്നുണ്ട്. അതുമല്ല വളരെ സൈലൻറ്റുമാണ്. ഞാൻ ജസ്റ്റ് മൈക്കൊന്ന് അടുത്തേക്ക് വെച്ച് കേൾപ്പിച്ച് തരാം. അതിപ്പോൾ സ്റ്റാർട്ടായി കിടക്കുവാണ്. വലിയ നോയ്സോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല. അത്യാവശ്യം സൈലൻറ്റ് തന്നെയാണ് വാഹനം. റിയറിൽ നമുക്ക് അലോയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ഞങ്ങൾ ഓടിച്ച സമയത്ത് ഈ സസ്പെൻഷനൊക്കെ അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ള സസ്പെൻഷനുമാണ്. ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കൂടി അവർ എക്സ്ട്രാ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ചെറിയൊരു ബ്ലൂ ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ രാത്രി ഇത് കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പേടിക്കേണ്ട. കീ ഹോണൊക്കെ അത്യാവശ്യം സൗണ്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത്രയും സ്പേസ് ഈ ഒരു ബൂട്ടിൽ നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അവർ അതും റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ചെറിയ ഡിസൈൻ എലമെൻസിലൊക്കെ ചേഞ്ചസ് ഒക്കെ വന്നു. നല്ലൊരു ബൂട്ട് സ്പേസും വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാം. വളരെ ക്വിക്കായിട്ടാണ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. മാത്രമല്ല സൈലൻറ്റുമാണ് കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഇങ്ങനെ വണ്ടി ഓടിക്കാം. പിന്നെ ഡ്രൈവിംഗ് സമയത്ത് എനിക്ക് ആദ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലസ്റ്ററിനെ കുറിച്ചാണ്. ഈ ഒരു ക്ലസ്റ്ററിന് നല്ല വിസിബിലിറ്റിയാണ്. നമ്മൾ ഈ വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം പല വാഹനങ്ങളിലും നമ്മൾ വെയിലത്തൂടെയൊക്കെ ഓടിക്കുന്ന സമയത്ത് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ ഫ്യൂൽ ഗേജ് ആണെങ്കിലും ടൈം ആണെങ്കിലും വാഹനത്തിൻ്റെ ഒരു ആവറേജ് സ്പീഡാണെങ്കിലും എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കട്ടറൊക്കെ ഉള്ള റോഡിൽ, കട്ടറല്ല അത്യാവശ്യം നല്ല കട്ടിങ്സ് ഒക്കെ ഉള്ള റോഡിൽ കൂടിയാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാൽ പോലും സസ്പെൻഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ വളരെ സ്മൂത്താണ് വാഹനത്തിൻ്റെ സസ്പെൻഷൻ. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ചെറിയൊരു ടോർക്കിനകത്ത് വാഹനത്തിൽ ചെറിയൊരു വ്യത്യാസം ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസിലും നല്ല രീതിയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം വാഹനം വളരെ സൈലൻ്റ് ആണ്. അതായത് പ്രത്യേകിച്ച് അങ്ങനെ വളരെ നോയ്സോ കാര്യങ്ങളൊന്നും നമ്മൾ അത്യാവശ്യം ആക്സിലേറ്റർ ഈ ഒരു വാഹനത്തിന് കൊടുത്തു കഴിഞ്ഞാലും വളരെ സൈലൻ്റ് ആണ്. വളരെ നോയ്സോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. നല്ല സ്മൂത്തായിട്ടുണ്ട് വാഹനം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ മൈലേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയുള്ള വാഹനത്തിൽ ഏകദേശം ഒരു 10-64 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ശകലം ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ കമ്പനി ഒരു 10-65 മൈലേജ് പറയുമ്പം ഒരു റിയൽ ലൈഫിൽ ഒരുപക്ഷെ ഒരു 55, 56, 57 റേഞ്ചിലൊക്കെ ആയിരിക്കാം നമുക്ക് മൈലേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്ന മൈലേജ് നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാര്യം അതിനകത്ത് എപ്പോഴും വേരിയേഷൻസ് വരും. ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വാഹനം കൂടിയാണ്. പല ആൾക്കാരും കൈമറിഞ്ഞ് ഓട്ടിക്കുന്ന ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഇതിൻ്റെ ആ ഒരു പൊസിഷൻ, ഇത്രയും ആ ഒരു പൊസിഷൻ എടുത്തു പറയേണ്ട നല്ല വിസിബിലിറ്റിയാണ്. നല്ല ഒരു ഇത് അപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പൊസിഷൻ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഹാൻഡിൽ ബാറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ വെയിറ്റ്, അത് വളരെ വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഒരു ലെഗ് റൂം നമുക്ക് കാല് വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു ലെഗ് റൂം. പിന്നെ ഞാൻ തുടക്കത്തിൽ കാണിച്ചതാണ് ആ ഒരു ഗ്രിപ്പ് വരുന്നത്. ആ ഒരു ഗ്രിപ്പ് വരുന്നത് കൊണ്ട് തന്നെ കാല് തെന്നി പോവുക അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഈ ഒരു മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മിററാണ്. പ്രത്യേകിച്ച് വൈബ്രേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ മിററിന് വരുന്നില്ല. നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് മികച്ചൊരു വാഹനം തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, സുസുക്കി ആക്സസ്. ഇപ്പോൾ നമ്മൾ വളരെ ആക്സിലേറ്റർ കൊടുക്കാതെയാണ് വാഹനം കൊടുത്തത്. ഇപ്പോൾ ആ ഒരു സമയത്താണ് ഇവിടെ ആ ഒരു എക്കോ മോഡ് എന്നുള്ളത് ഓണായി കിടക്കുന്നതായിട്ട് കാണാം. എക്കോ മോഡ് ആ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. വെയിലായതുകൊണ്ട് അറിയാൻ പറ്റുന്നതിന് ഗ്രീൻ ലൈറ്റ് നല്ല രീതിയിൽ കത്തിക്കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ ശകലം ആക്സിലേറ്റർ ഈ ഒരു വാഹനത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു എക്കോ മോഡ് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്യൂൽ എഫിഷ്യൻസി കുറയും എന്നതാണ് അതിനെ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്കോ മോഡൊക്കെ നോക്കി വാഹനം ഡ്രൈവ് ചെയ്യാവുന്നതാണ്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം മികച്ച ഒരു വാഹനം തന്നെയാണ്. നല്ല കംഫോർട്ട് തരുന്ന ഒരു വാഹനമാണ്.
സീറ്റിംഗ് പൊസിഷനിലേക്ക് വന്ന് നല്ല ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു വാഹനം തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ RJ സുസുക്കിയിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞത്. ജസ്റ്റ് നമുക്ക് ആക്സിലേറ്റർ ഒന്ന് കൊടുത്ത് നോക്കാം. കാരണം വളരെ ക്വിക്കായിട്ട് തന്നെ വാഹനം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വളരെ ഇപ്പോൾ ഒരു ചെറിയൊരു കയറ്റവുമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു 50 കിലോമീറ്റർ സ്പീഡിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.